അങ്ങനെ ഞങ്ങൾ ട്രെയിനിനുള്ളിൽ കയറിയിട്ട് ഇതാ ഞങ്ങൾ മോൾ ഓഫ് ഏഷ്യയിലേക്ക് പോവുകയാണ്. ഞാൻ നെൽസനാണ് ഉള്ളത്, കുട്ടികളെല്ലാം വീട്ടിൽ തന്നെയാണ്. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് സ്റ്റേഷൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ സെക്യൂരിറ്റി അലോഡ് ചെയ്യുന്നില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. ഇപ്പം ഞങ്ങൾക്ക് 2 ട്രെയിൻ കയറിയിട്ട് വേണം മോൾ ഓഫ് ഏഷ്യയിലേക്ക് പോകാൻ. ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ട്രെയിനിലാണ്. മണിയിൽ വന്നിട്ട് ആദ്യമായിട്ട് നെൽസന്റെ കൂടെ മെട്രോ ട്രെയിനിൽ മോൾ ഓഫ് ഏഷ്യയിൽ പോവാണ്. 2 ട്രെയിൻ കയറണം. ഫസ്റ്റ് ട്രെയിനിലാണുള്ളത്. സ്റ്റേഷനിലെത്തി സെക്യൂരിറ്റി പറഞ്ഞു അവിടെ ക്യാമറ പിടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ട്രെയിൻ കയറിയതിനു ശേഷം ക്യാമറ. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം ഞങ്ങളിതാ ഓപ്പോസിറ്റ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടെ നിന്നാണ് ഞങ്ങൾക്കുള്ള ട്രെയിൻ മോൾ ഓഫ് ഏഷ്യക്കുള്ള. ഇപ്പോൾ കാണുന്ന കൗണ്ടറൊക്കെ മെട്രോ ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ നെൽസനിതാ അങ്ങനെ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. No. How many countries did you go? I visit Iran, Iran? yeah. UAE, Singapore, then Philippines, then Oman. Yeah. How about Qatar? Qatar I didn't. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നെൽസൺ എന്നോട് ചോദിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ നീ വിസിറ്റ് ചെയ്തിട്ടുണ്ടത്, അതിൻ്റെ മറുപടിയൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു നെൽസണിന്. ഇപ്പം ഞങ്ങളിതാ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പാസഞ്ചേഴ്സ് ഇതിലൂടെ തിരിച്ച് മറ്റേ ഓപ്പോസിറ്റ് സ്റ്റേഷനിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ സ്റ്റേഷനിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കയ്യിലുള്ള ലഗേജ് എല്ലാം സെക്യൂരിറ്റി കൗണ്ടറിൽ കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അന്വേഷിച്ചു ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ എവിടെ നിന്നാണ് കിട്ടുകയെന്ന്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ എക്സ്കലേറ്റർ കയറിയിട്ട് ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോവുകയാണ്. Hello bro, we have also coming. Please wait for us. Thank you. അങ്ങനെ ഞങ്ങളിതാ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി. ഞങ്ങൾക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ ടെമ്പററി ടിക്കറ്റ് എടുക്കുന്നത്, പെർമനൻറ്റ് ടിക്കറ്റും ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഞങ്ങൾ നെൽസനിതാ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ ടിക്കറ്റ് എടുത്തിങ്ങനെ ഇവിടെ സെക്യൂരിറ്റി പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ടിക്കറ്റ് എടുത്തിട്ട് ഇതാ പഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. Petro Hill. Access to the station at Petro Hill Station. കാണുന്നതാണ് ഓട്ടോ കാണുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലാവാർക്ക് കുറേ ജീപ്പുണ്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ ഞങ്ങൾക്ക് ജീപ്പിൽ പോയിട്ട് വേണം മോൾ ഓഫ് ഏഷ്യക്ക് എത്താൻ. നേരിട്ട് ട്രെയിനില്ല. ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. TVS-ലേക്കാണ് ഓട്ടോറിക്ഷ ഇവിടെ ഉള്ളത്. നേരത്തെ മുന്നേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മോൾ ഓഫ് ഏഷ്യയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുന്നു. ഈ കാണുന്ന എംബ്ലമാണ് മോൾ ഓഫ് ഏഷ്യയുടെ എംബ്ലം. അപ്പോൾ ഞങ്ങളിതാ ഫ്രണ്ടിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ജീപ്പ് ഇവിടെയാണ് വന്ന് ഇറക്കിയിട്ടുള്ളത്. ഞങ്ങൾ ഫൈനലി മോൾ ഓഫ് ഏഷ്യയിൽ എത്തിക്കുന്നത്. പാർക്കിംഗ് ഏരിയ ഉള്ളിൽ കയറിയിട്ടില്ല. മോൾ ഓഫ് ഏഷ്യ ആദ്യം ഏറ്റവും വലിയ മോളായിരുന്നു ഏഷ്യയിലെ. ഇപ്പോൾ എത്രാം സ്ഥാനത്താണെന്ന് അറിയില്ല. ഞാൻ 2014 വന്നപ്പോൾ 1ാം സ്ഥാനത്തായിരുന്നു. പുറത്ത് പാർക്കിങ്ങിൽ തന്നെ കുറെ ഫുഡ് ഐറ്റംസുകൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്, കിയോസ്കുകളുണ്ട്. അങ്ങനെ മോൾ ഓഫ് ഏഷ്യയുടെ മുകളിലുള്ള ഫ്ലോറിലേക്ക് കയറിയതാണ്. ഭയങ്കര വലിയ ഷിഫ്റ്റാണ് ഇന്ന് തുടങ്ങിയിട്ട്.
കാണുന്ന കാണുന്ന ബിൽഡിംഗ് വരെയുണ്ട്. വലിയ മോളാണ്. സീ സൈഡിലാണ് ഈ മോള് പണിതിട്ടുള്ളത്. അതിൻ്റെ എൻട്രൻസിലോട്ട് പോകുന്നത്. അങ്ങനെ ഞാനും നെൽസൺ ഇതാ മോൾ ഓഫ് ഏഷ്യയുടെ ഉള്ളിൽ കയറിയിരിക്കുന്നു. ഈ കാണുന്നത് മൊബൈൽ ആൻഡ് ഇലക്ട്രോണിക്സിൻ്റെ സെക്ഷനാണ്. ഈ ഫ്ലോർ മൊത്തം മൊബൈലും ഇലക്ട്രോണിക്സും മാത്രമാണ് കിട്ടുക. ഈ മോൾ ഓഫ് ഏഷ്യയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ ഫ്ലോറും ഓരോ ഐറ്റംസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് മൊബൈൽ സെക്ഷനാണ്. അതുപോലെ തന്നെ കോസ്മാറ്റിക്സും ഗാർമെൻറ്റ്സും എല്ലാം വെവ്വേറെ ബിൽഡിംഗ് ബ്ലോക്കുകളാണ്. അപ്പോൾ ഈ ഫ്ലോർ മൊത്തം മൊബൈലിൻ്റെയും ഇലക്ട്രോണിക്സിൻ്റെ മാത്രമാണ് ഉള്ളത്. കൂടുതലും മൊബൈലാണ്. ഇലക്ട്രോണിക്സ് വേറെ ഫ്ലോർ എന്ന് പറഞ്ഞത്. ഈ ഫ്ലോറിൽ ഞങ്ങൾ ബീച്ച് സൈഡിലേക്ക് ഒന്ന് പോകാൻ നിൽക്കുന്നത്. നെൽസൺ പറഞ്ഞ ആ സൈഡിലാണ് ബീച്ച് സൈഡ് ഉള്ളത്. ഓക്കെ. അങ്ങനെ മോൾ ഓഫ് ഏഷ്യയുടെ സീ സൈഡ് ഉണ്ട്. അപ്പം ആ ഭാഗത്തേക്കാണ് പോകുന്നത്. വേറൊരു ഫ്ലോർക്ക് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. എന്താ പറയുക, കോസ്മാറ്റിക് ഐറ്റംസ് ആണ്. ഡ്രസ്സുകളും കോസ്മാറ്റിക് ഐറ്റംസും ഉണ്ട്. അങ്ങനെ ഞാനും നെൽസനും മുന്നോട്ട് നടന്നു പോകുമ്പോഴാണ് റൈറ്റ് സൈഡിലായിട്ട് സിനിമ ഹാൾ കണ്ടത്. അപ്പോൾ ഞാനതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിതാ സിനിമ തിയേറ്ററിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറുകയാണ്. അതിന് എൻട്രൻസ് ഏരിയയാണിത്. അപ്പോൾ ഞാൻ ഉള്ളിൽ കയറുന്നില്ല. അപ്പോൾ എൻട്രൻസ് ഏരിയയിലുള്ള എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. ഏതൊക്കെ മൂവിയാണ് റണ്ണിങ് ഔട്ടുള്ളത് എന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഇവിടെ ചെന്നപ്പോൾ ഫുള്ള് ഇംഗ്ലീഷ് മൂവിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ കാണുന്ന മൂവിയൊക്കെയാണ് ഇവിടെ റണ്ണിങ് ഉള്ളത്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ മോൾ ഓഫ് ഏഷ്യ നിർമ്മിച്ചിരിക്കുന്നത് സീ സൈഡിലാണ്. അപ്പോൾ ഞങ്ങൾ ആ സീ സൈഡിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങ് അകലെയായിട്ട് ഒരു ഏന്തുറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഏത് മാളിൽ പോയി കഴിഞ്ഞാലും പാർക്കിംഗ് ഏരിയയും അതുപോലെ തന്നെ പാർക്കും ഒക്കെ ഉണ്ടാവും. കുട്ടികൾ കളിക്കാൻ പറ്റുന്ന ഒരുപാട് ഗെയിമുകളും ആക്ടിവിറ്റീസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ കാണുന്നത് മോൾ ഓഫ് ഏഷ്യയുടെ പാർക്കാണ്. ഇവിടെ ഈവനിങ് ആയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കുമെന്നാണ് നെൽസൺ പറഞ്ഞത്. അതുപോലെ തന്നെ ഈവനിങ് ടൈമിൽ ഒരുപാട് ഫുഡ് ട്രക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നതാണ് നെൽസൺ പറയുന്നത്. ഇവിടെ എവിടെ പോയി കഴിഞ്ഞാലും ഇതുപോലെ പാർക്കുകൾ കാണാട്ടോ മാളിലൊക്കെ. അങ്ങനെ ഞാനും നെൽസനും സീ സൈഡിൽ നിന്നും മാളിലോട്ട് തന്നെ കയറുകയാണ്. അങ്ങനെ മാളിൻ്റെ ഉള്ളിൽ കയറി ഉടനെ കാണുന്നത് ഒരു NBA ഒരു സ്പോർട്സ് ഷോപ്പാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ ഇതാ ബാസ്കറ്റ്ബോൾ കളിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന ക്യാപ്പുകളും ടീഷർട്ടുകളും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് NBA ഒറിജിനൽ ഷോപ്പാണ്. അതുകൊണ്ട് തന്നെ നല്ല എക്സ്പെൻസീവ് ആയിട്ട് ഓരോ ടീഷർട്ടിനും. അതുപോലെ തന്നെ ബാസ്കറ്റ് ബോളും കാര്യങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. കുട്ടികളതും അതേമാതിരിക്ക് മാനിക്യൂൺസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ബാസ്കറ്റ് ബോളാണ്, നല്ല എക്സ്പെൻസീവാണ് ഈ കാണുന്നതൊക്കെ, നോർമലല്ല.
ഇത് ഇവിടെ ഒരുപാട് ജേഴ്സികളുണ്ട് കേട്ടോ. അതൊക്കെ എക്സ്പെൻസീവ് ജേഴ്സികളാണ്. ഫിലിപ്പീൻസിലെ ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഗെയിമാണ് ബാസ്കറ്റ് ബോൾ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഫിലിപ്പീൻസിൽ ബാസ്കറ്റ് ബോളിൻ്റെ ഷോപ്പ്, സ്പോർട്സ് ഷോപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബാസ്കറ്റ് ബോളിൻ്റെ ഷോപ്പിൽ നിന്നും ഇറങ്ങിയതിൻ്റെ ശേഷം ഇപ്പോൾ ഈ കാണുന്ന ഏരിയ മൊത്തം, ഫ്ലോർ മൊത്തം കോസ്മാറ്റിക് ഐറ്റംസിൻ്റെ ഷോപ്പുകളാണ്. കോസ്മാറ്റിക്സ്, അതേമാതിരി ബാഗ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. ലഞ്ച് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ പുറകെ നെൽസനുമുണ്ട്. ഈ കാണുന്നതൊക്കെ ഒരുപാട് ബ്രാൻഡുകളൊക്കെ കോസ്മാറ്റിക്സ് ഐറ്റംസൊക്കെയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഈ മോൾ ഓഫ് ഏഷ്യയിൽ സ്പെഷ്യലായിട്ട് ഓരോ ഫ്ലോറും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഓരോന്നിനും ഓരോ ഫ്ലോറായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏരിയ മൊത്തം കോസ്മാറ്റിക് ഐറ്റംസ് ആണുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട്. അത് വഴിയാണ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞങ്ങളിതാ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇനി ഭക്ഷണം കഴിക്കണം. നല്ല വിശപ്പുണ്ട്. കുറേ നടന്നിരിക്കുന്ന ഉള്ളിൽ. ഇപ്പോൾ ഞങ്ങളിതാ ഈ ഷോപ്പ് നട്ടാ കഴിക്കുന്നത്. ഈ ഷാക്കീസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫേമസ് പീസയാണ്. അപ്പോൾ അതാണ് കഴിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഭയങ്കര റഷായിരുന്നു കേട്ടോ ഷോപ്പിൽ. അപ്പോൾ ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കുകയാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മോൾ ഓഫ് ഏഷ്യയിലെ ഷാക്കീസിൽ വന്നിരിക്കുകയാണ്. അവിടെ ഭയങ്കര റഷായതുകൊണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവർ വിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പീൻസിലെ ഏറ്റവും ഫേമസ് ആയ കമ്പനിയാണിത്. ഷാക്കീസ് എന്ന് പറഞ്ഞാൽ പിസയാണ് ഉണ്ടാകുക. എനിക്കും പിസ്സ, അങ്ങനത്തെ ബർഗർ, അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. റൈസിനേക്കാളും കൂടുതൽ. ഇപ്പോൾ നെൽസനും അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഇതെല്ലാം തിരഞ്ഞെടുത്തു. ഷാക്കീസിലെ പിസ്സ എങ്ങനെയുണ്ടെന്ന് കഴിച്ചതിന് ശേഷം പറഞ്ഞു. ഓർഡർ ചെയ്തിരിക്കുന്നത് നെയ്മിലുള്ള അതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിസ്സ, ചിക്കൻ, സ്പഗേറ്റി. വാഷ്റൂം ചോദിക്കുകയാണ് ഓർഡർ ചെയ്തതാണെങ്കിൽ. ഇത് ഷാക്കീസ് എന്ന് പറഞ്ഞ പിസ്സയാണ്. 1954 മുതൽ ഏറ്റവും ബെസ്റ്റ് പിസ്സ എന്നൊക്കെ പറയുന്നുണ്ട്. പറയാം. ഇത് ഞങ്ങളുടെ ഓർഡർ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പഞ്ചോപ്ലാൻ്റെ ഓർഡറാണ്. ലഞ്ച് ബോക്സ് എന്നൊക്കെ പറഞ്ഞ സംഭവമാണ്. ചിക്കൻ സ്പഗേറ്റി ഉണ്ട്, പിസ്സ, ചിക്കൻ പിസ്സ ഉണ്ട്, ചീസ് ബ്രെഡ് ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ഒരു പൊട്ടാറ്റോ ഫ്രൈ ഉണ്ട്. ഇതാണുള്ളത്. ഐസ് ടീ ആണ്. ഇത്രയും കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഉണ്ട്. ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതിൽ എഴുതി വെച്ച് കഴിക്കേണ്ട നല്ല ലൈറ്റഡ് പിസ്സ എന്നൊക്കെ പറഞ്ഞാൽ ടേസ്റ്റ്. പഞ്ചൂജി പിന്നെ അഞ്ചോർത്ത് ഉള്ളതാണ് ഇവിടെ. അഞ്ചോർത്ത് സ്പഗേറ്റി ഫ്രൈയും ഇത് രണ്ടും ഇവിടെ നോർമലി കൊടുക്കുന്നതാണ്. പിസ്സ നല്ല ടേസ്റ്റ് ഉണ്ട്. സംഭവം സ്റ്റാറാണ്.
ഇതൊക്കെയാണ് പിസയുടെ വിശേഷങ്ങൾ. ഇനി എല്ലാ ഭക്ഷണം കഴിച്ച ശേഷം അവിടെ ഐസ് സ്കേറ്റിങ്ങിന് പാർട്ടിൽ പോകണം. അവിടെ അത് കാണിക്കണം. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ മുകളിൽ സ്കേറ്റിങ്ങിന്റെ പദ്ധതി പോവാണ്. ഐസ് സ്കേറ്റിങ്ങിന്റെ ഉണ്ട്. അവിടെ പോയിട്ടുള്ള അതിന്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ബാക്കി കാണുന്ന കൗണ്ടറാണ് സ്കേറ്റിങ്ങിന്റെ ഐസ് സ്കേറ്റിങ്ങിന്റെ ഉള്ളത്. അപ്പൊ അവിടെ നമ്മള് ഏതായാലും ഞാൻ ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്നില്ല. അപ്പൊ എന്തായാലും ഉള്ളിലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എൻട്രൻസ് ഫീസ് എടുത്ത് കയറാണ്. 100 പൈസ എന്ന് പറയുന്നത്. അപ്പൊ 100 പൈസ കൊടുത്തിട്ട് ഉള്ളിൽ കയറാനുള്ള റെഡിയിലാണ്. ആദ്യം പോയി ഡോർ കൊടുത്ത് ഞാൻ മാത്രമേ കയറിയിട്ടുള്ളൂ. നെൻസിൽ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് 2,200 രൂപയാണ്. അപ്പൊ വെറുതെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ മാത്രമേ കയറിയതാണ്. സ്കേറ്റിംഗ് ചെയ്യാൻ എന്നെ കൊണ്ട് എന്തെങ്കിലും പറ്റൂല. അപ്പൊ അതുകൊണ്ട് ചെയ്യില്ല. സ്കേറ്റിങ്ങിന്റെ സംഭവങ്ങൾ ഇതാ ഇപ്പുറത്താണ് നടക്കുന്നത്. കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന കൗണ്ടറിൽ നിന്നാണ് സ്കൈറ്റിംഗ് ഷൂ കിട്ടുക. സ്കൈറ്റിങ്ങിനായി വന്നവർ ഈ ടിക്കറ്റ് കൊടുത്തിട്ട് ഈ കൗണ്ടറിൽ നിന്നും സ്കൈറ്റിംഗ് ഷൂ വാങ്ങണം. അതിൻ്റെ സൈസ് നമുക്ക് ഈ കാണുന്ന ഇതേമാതിരിക്കുള്ള സ്ഥലത്ത് നിന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ സൈസ് പറഞ്ഞിട്ട് ആ കൗണ്ടറിൽ നിന്ന് നമുക്ക് സ്കൈറ്റിംഗ് ഷൂ വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഈ കാണുന്ന ഹെൽമെറ്റും ധരിക്കണം. അത് സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് സ്കേറ്റിങ്ങിൻ്റെ ഗ്രൗണ്ട് എൻട്രൻസ് ഏരിയയാണിത്. അപ്പം ഞാൻ എടുത്തിട്ടുള്ള ടിക്കറ്റ് ഉള്ളി കാണാൻ മാത്രമാണ്, സ്കേറ്റിങ്ങിന് എടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് സ്കേറ്റിംഗ് ഗ്രൗണ്ട് വരുന്നത്. എക്സ്ട്രാ പേ ചെയ്ത് കഴിഞ്ഞാൽ കോച്ചിങ് കിട്ടും. കോച്ചിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ കോച്ച് ഇൻസ്ട്രക്ഷൻസ് തരും. അല്ലാത്തവരും ഇതേമാതിരിക്കുള്ള ബാക്കിൽ കാണുന്ന കരടിമാരിക്കുള്ള ഇതേമാതിരിക്കുള്ള സംഭവത്തിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ സ്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടെ ഉള്ള സ്കേറ്റിങ്ങിന്റെ ഇത്. കോച്ചിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് 200 കൊടുത്തു കഴിഞ്ഞാൽ കോച്ചിനെ കിട്ടും. അപ്പൊ അവരെ കോച്ച് ട്രെയിൻ ചെയ്ത് തരും. പക്ഷെ ഞാൻ ഏതായാലും അതിന് റിസ്ക് എടുക്കുന്നില്ല. നമുക്ക് ഏതായാലും പറ്റില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് എനിക്ക് റിസ്ക് ആവുന്നത്. അങ്ങനെ അതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ പുറത്തിറങ്ങുകയാണ്. നെക്സ്റ്റ് അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടത്. എത്രയും പെട്ടെന്ന് നെക്സ്റ്റ് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം. ഞാൻ പുറത്ത് കയറാൻ എക്സിറ്റ് ആവുകയാണ് ഇവിടുന്ന്.
₹100 ഇത്രയും ഒരു 5 മിനിറ്റ്സ് വീഡിയോ എടുക്കാൻ പറ്റിയത്. പുറത്തിറങ്ങിക്കണേ, ബാക്ക് സൈഡിൽ കാണണേ സ്കേറ്റിംഗ്. അങ്ങനെ സ്കേറ്റിങ്ങിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ അമ്പും ബില്ലും ചെയ്യുന്ന ഒരു കൗണ്ടറുണ്ട്. ഈ ഫ്ലോർ മൊത്തം വരുന്നത് ഇതുപോലുള്ള എൻ്റർടൈൻമെൻറ്റ് ഐറ്റംസ് മാത്രമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഗെയിമും ഒരുപാട് കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. ഈ കാണുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഈ ഫ്ലോർ മൊത്തം വരുന്നത് ഇതുപോലുള്ള ആക്ടിവിറ്റീസും ഗെയിമും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞങ്ങളിതാ ഇവിടെ നിന്ന് ഇനി താഴോട്ട് തന്നെ ഇറങ്ങുകയാണ്. അങ്ങനെ ഞാനും നെൽസനും ഇതാ താഴോട്ട് തന്നെ ഇറങ്ങുകയാണ്. എസ്കലേറ്റർ വഴിയാണ് താഴോട്ട് ഞങ്ങൾ ഇറങ്ങുന്നത്. പിന്നെ 2014 ഞാനിവിടെ വന്നപ്പോൾ ഈ മോൾ ഓഫ് ഏഷ്യ നമ്പർ 1 മാളായിരുന്നു, വേൾഡിലെ നമ്പർ 1 മാളായിരുന്നു ഇത്. ഇപ്പോൾ ഏകദേശം നമ്പർ 4 നമ്പർ 5 എന്തോ ഒക്കെയാണ്. അപ്പോൾ അന്ന് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു 2014 ഫിലിപ്പീൻസിൽ വന്നപ്പോൾ. അപ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടെ ആയിരുന്നു അന്ന് വന്നത്. പിന്നെ വീക്കെൻഡ് ആകുമ്പോൾ നല്ല റഷായിരിക്കും എന്നാണ് നെൽസൺ പറഞ്ഞത്. അതുകൂടാതെ തന്നെ വീക്കെൻഡിൽ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നിസാൻ്റെ ഒരു നവാര എന്ന് പറഞ്ഞ ഒരു മോഡലാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാനും നെൽസനും ഇതാ താഴോട്ട് പോവുകയാണ് പാർക്കിംഗ് ഏരിയയിലേക്ക്. ഇനി ഞങ്ങൾ ഇവിടുന്നും പോവുകയാണ് മോൾ ഓഫ് ഏഷ്യന്ന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നതോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ.